ഹലോ ഗായ്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ഡാമാണ്. ഇന്ന് ഇവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. പക്ഷേ അകത്തോട്ട് പ്രവേശനമില്ല. ഇന്ന് 23-ാം തീയതി, മെയ് മാസം 23-ാം തീയതിയാണ്. ഏകദേശം 1 മണിയോട് അടുക്കുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇതിനകത്തോട്ട് പ്രവേശനമില്ല. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുക. അതുകൊണ്ട് അകത്തോട്ട് പ്രവേശനമില്ലെന്നാണ് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ പറഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം ഞങ്ങൾ വെളിയിൽ നിന്ന് ഇതിൻ്റെ മനോഹാരിത ഞങ്ങൾ കാണുകയാണ്. ഇടുക്കി ഡാമിൻ്റെ മുഴുവൻ ഭാഗവും കിട്ടാനായിട്ട് സാധ്യതയില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. വളരെ മനോഹരമായ കാഴ്ചകൾ. റെഡ് അലേർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അകത്ത് കയറാമായിരുന്നു. പക്ഷേ നമ്മുടെ അധികാരികൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അവരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തു നിൽക്കുകയാണ്. ഇറ്റ്സ് വെരി വണ്ടർഫുൾ, അമേസിങ്, ഓസം സീൻസ്. ഇതാ ഞാനൊരു പാറ കാണിക്കാം. അതിലൂടെ മേഘങ്ങൾ തൊട്ടു പോകുന്നത് കാണിക്കാം. കോടയുണ്ട്, മഞ്ഞുണ്ട്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ വീഴാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ബ്രദേഴ്സ് പറയുന്നത്, നാട്ടിലൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ റാന്നി ഭാഗത്തൊക്കെ ആണെങ്കിൽ തേങ്ങ വീഴാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഇവിടെ ആണെങ്കിൽ പാറ വീഴാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് ഞാനത് സൂം ചെയ്ത് കാണിക്കാം. സോ നമ്മുടെ സേഫ്റ്റി കരുതിയാണ് നമ്മുടെ അധികൃതരത് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളതിനെ പൂർണ്ണമായിട്ടും ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ നിന്ന്, ഉള്ളിൽ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വെളിയിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഗൈസ്, അതെ, അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ പോവാം. അല്ലെങ്കിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ വരുന്നവർക്ക്, ഇതിലൂടെ പാസ് ചെയ്യുന്നവർക്ക് ഇത് വിസിറ്റ് ചെയ്യാം. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ ഇങ്ങോട്ട് നോക്കി പറ ജലസ്രോതസ്, ഇങ്ങോട്ട് നോക്കി പറ, ഇപ്പൊ പറഞ്ഞാലും ഒന്നുകൂടെ പറ. ജലസ്രോതസ് കാണാനും നമ്മുടെ നാട്ടിൽ ഇത്ര അധികം ജനങ്ങൾ എത്ര ഉപകാരമാണ് ഈ വെള്ളം, വെള്ളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതെല്ലാം ഇവിടെ നിന്നാകുമ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സജി ബർ, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? താങ്കൾ ഒരു വഴി വാക്ക് പറയുമോ? ഇടുക്കിന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം വന്ന് കാണണം. സൂപ്പറാണ്. ആ തണുപ്പും കോടയും എന്താ ഭംഗി. ഇനി ആംബ്രോസ് ബർ ഇതിനെപ്പറ്റി എന്താണ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചു കളയാം. എന്താ പറയുക, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. സജി പറഞ്ഞ പോലെ ഇടുക്കിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു പ്ലേസാണെന്ന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, സന്തോഷം ഉണ്ടായ കാര്യത്തിൽ. പിന്നെ വലിയ അപകട സാധ്യതകളുള്ള പ്രദേശമാണെങ്കിലും അതെല്ലാം മറന്നു നിന്ന് കാണുവാൻ ഒരു ആസ്വദിക്കാനുള്ള. ഓക്കെ, താങ്ക് യു. അവരുടെ 3 പേരുടെ അഭിപ്രായങ്ങൾ വളരെ മനോഹരമായ. ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് വൈപ്പിനിൽ നിന്നാണ്. വൈപ്പിൻ കരയെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കടൽ തീരങ്ങളാൽ സമൃദ്ധമാണ്, അനുഗ്രഹീതമാണ്. എന്നാൽ ആ പ്രദേശത്തു നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ മലയും കുന്നും അരുവികളും പുഴകളില്ല, അരുവികളേ ഉള്ളൂ. സോ ഇതാണ് ഇടുക്കി ഡാം. വെള്ളത്തിൻ്റെ ഇത് കാണാം. ആ പാലത്തിലൂടെ ഇപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് പോകും. അതെ, ആ സ്ഥലത്തിനൊരു പേരുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, പവർ സ്റ്റേഷൻ്റെ. ഓക്കെ, സജി ബർ ഒരു കൈ കാണിച്ച്, ഒരു വേവ്, ആംബ്രസ് ബർ വേവ് ചെയ്ത്. സണ്ണി ബറാണ് ഞങ്ങളുടെ സാരഥി. ഓക്കെ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ ഗൈസ്, വീണ്ടും ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഒന്നുകൂടെ. സോ ഇവിടെ നേരിട്ട് വരണം. ഇതൊരു എൻകറേജിങ് ആണ്, ഉത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മനോഹാരിത കാണണമെങ്കിൽ നേരിട്ട് വരണം. സോ പ്ലീസ് കം, മറക്കാതെ കാണുക. എൻ്റെ ചാനൽ പ്രേം ടി എബ്രഹാം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ സൈനിങ് ഓഫ്, പ്രേം ടി എബ്രഹാം. താങ്ക് യു. ഓക്കെ.